ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മളെ നെറ്റ്ഫ്ലിക്സിൽ കറൻറ്റ്ലി ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൊറിയൻ ത്രില്ലർ മിസ്റ്ററി ജേണലിൽ വരുന്ന സീരീസാണ് കർമ്മ. ഓരോ എപ്പിസോഡും നമുക്ക് കാണുമ്പോൾ ഓരോ രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റ്സാണ്. സോ അതിനായി ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 6 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ് സീരീസ് പോകുന്നത്. ഈ 6 ക്യാരക്ടേഴ്സിനെയും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ കണക്റ്റ് ആക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട്, എങ്ങനെ, സോ ഇത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സീരീസിൽ കണക്ട് ചെയ്ത് പറയുന്നത്. എന്താണ് ആ ഒരു സിറ്റുവേഷൻ. സോ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു സ്ഥിരത കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സീരീസ് മൂവ് ആവുന്നത്. കണ്ടു കഴിയുമ്പോൾ ഈ 6 ക്യാരക്ടേഴ്സും നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കും. ആൻഡ് നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് പറയണ്ടല്ലോ, വേറെ ലെവൽ ക്വാളിറ്റിയാണ്. കൊറിയൻ ആയതുകൊണ്ട് പറയണ്ടല്ലോ, വേറെ ലെവൽ സ്കോർസാണ് ബാക്ക്ഗ്രൗണ്ടിൽ. സോ എല്ലാം അടിപൊളിയാണ്, പ്ലോട്ടൊക്കെ അടിപൊളിയാണ്. ഒരു തവണ ഉറപ്പായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, ഐ തിങ്ക് 2025 ഇപ്പോൾ കറൻറ്റ്ലി റണ്ണായി പോയിക്കൊണ്ടിരിക്കുന്ന സീരീസുകളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു സീരീസാണ് കർമ്മ. ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഔട്ട് ഗൈസ്.